ഉള്ളൂ. ബാപ്പാനെക്കാളും കൂടുതൽ അറിവ് നിനക്കുണ്ടായാലും, ബാപ്പാനെക്കാളും കൂടുതൽ ഇബാദത്ത് നിനക്കുണ്ടായാലും, ബാപ്പാനെക്കാളും കൂടുതൽ സ്വലാഹിയത്ത് നിനക്കുണ്ടായാലും ബാപ്പക്കുള്ള ബഹുമാനം ഒട്ടും കുറച്ചുകൂടാ. സംസാരം വരെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. എപ്പോഴും സ്നേഹ ബഹുമാനത്തോടെ ബാപ്പയോട് ഉമ്മയോട് പെരുമാറണം. അതേ, ഉറക്ക ശബ്ദിക്കാൻ പാടില്ല, ബഹിഷ്കരണ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. സമ്പത്ത് വല്ലതും ആവശ്യപ്പെടുമ്പോ മനസ്സ് വേദനിപ്പിക്കുന്ന വർത്തമാനമോ സമീപനമോ ചെയ്തുകൂടാ. ഉമ്മ പറയാണ്, മോനെ ഒരു 500 രൂപ കൊണ്ടാ. എന്തിനാ നിങ്ങൾക്ക് കാശ്? നിങ്ങൾക്കുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഉണ്ട്, ആവശ്യ വസ്തുക്കളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്, മരുന്നിന് മരുന്നുണ്ട്, ധരിക്കാനുള്ള ഡ്രസ്സ് ഉണ്ട്. പിന്നെ എന്തിനാ കാശ്? അല്ല മോനെ, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം എനിക്ക് സ്വന്തമായി വന്നാൽ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആവശ്യം വരാനില്ല, എന്ത് വരികയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയരുത്. നിനക്കെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നിന്റെ കയ്യിൽ കാശുണ്ടാകുന്നത് നിനക്കൊരു റാഹത്തല്ലേ? ഒറ്റ ആവശ്യവും ഓൾറെഡി ഇപ്പൊ ഉമ്മാക്കില്ലെങ്കിലും മനസ്സിനൊരു സന്തോഷമാകുമോ? കാശങ്ങ് കൊടുത്തേക്കണേ. ദുനിയാവിലവരെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകാനല്ലേ. 800 കിലോമീറ്റർ അപ്പുറമുണ്ട് സഹോദരങ്ങളെ യമനിൽ നിന്ന് മദീനയിലേക്ക്. അത്രയും ദൂരസ്ഥലത്ത് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഗ്രഹിച്ച് തങ്ങളോടൊപ്പം ഒരു യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി യമനിൽ നിന്ന് വന്ന സ്വഹാബിയോട് അവിടുത്തെ ആദ്യത്തെ ചോദ്യം, നിങ്ങളെ ബാപ്പയും ഉമ്മയും വീട്ടിലുണ്ടോ? ഉണ്ട്. നിങ്ങൾ വരുമ്പോ എന്താണ് അവരെ നിലപാട്? ബാപ്പയും ഉമ്മയും പുറത്തിറങ്ങി കരഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇർജി ഇലൈഹിമാ, മടങ്ങിയേക്കണം അവരിലേക്ക്. എന്നിട്ട് ഫൽഹഖുമാ, ബാപ്പാനെ സന്തോഷിപ്പിക്കണം, ഉമ്മാനെ സന്തോഷിപ്പിക്കണം, എന്റെ കൂടെ യാത്രക്ക് വരേണ്ട. അവരവർ ചെറിയൊരു കണ്ണുനീരിന് കൊടുത്തൊരു വില എത്രമാത്രം വലുതാണ്. ബാപ്പക്ക് ഉമ്മക്ക് വലിയ ബഹുമാനം കൊടുക്കണം. ജീവിതകാലത്തും അവർക്ക് ബഹുമാനമുണ്ട്, മരണത്തിന് ശേഷവും ബഹുമാനമുണ്ട്. സഹോദരങ്ങളെ, ആര് നമ്മളെ വിട്ടുപിരിഞ്ഞാലും, ബാപ്പ ഉമ്മ വിട്ടുപിരിഞ്ഞാൽ അവരോടുള്ള ഹക്ക് നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ പെരടിയിൽ അതുണ്ട്. എന്താണ് ബാപ്പാനോടും ഉമ്മാനോടും മരണശേഷം ചെയ്യേണ്ടത്? അദ്ദുആഉ ലഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി നീ പാപമോചനം തേടണം. വഇൻഫാദു അഹദിഹിമാ, ബാപ്പാന്റെ ഉമ്മാന്റെ വസിയ്യത്ത് നിർദ്ദേശങ്ങൾ പാലിക്കണം. ബാപ്പ പറഞ്ഞിരുന്നു, 3ാമത്തെ കുട്ടിനെ കല്യാണം കഴിച്ച് വിടുമ്പോ എനിക്ക് സമ്പത്ത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് മറ്റു മക്കൾക്കൊക്കെ ഞാൻ 25 പവൻ കൊടുത്തിരുന്നു. ഒരു സന്തോഷമല്ലേ എന്നുള്ള നിലക്ക് ഓരോ മോളെയും കെട്ടിച്ചയക്കുമ്പോ 3ാമത്തെ കുട്ടിക്ക് അത് 20 ആയിപ്പോയി. എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മക്കൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കൊടുക്കണം എന്ന് രോഗാവസ്ഥയിൽ ബാപ്പാന്റെ നിർദ്ദേശം. ബാപ്പ മരിച്ചതിന് ശേഷം മക്കള് പറഞ്ഞു, അവൾക്കിപ്പോ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഭർത്താവിന് വലിയ പൈസക്കാരനായ കച്ചവടക്കാരനാ. ഭർത്താവ് എത്ര പൈസക്കാരനാണെങ്കിലും കച്ചവടക്കാരനാണെങ്കിലും ബാപ്പാന്റെ വസിയത്തൊരു പകരം ഇവിടെ കൊടുത്തേക്കണം. 5 പവൻ ബാപ്പയുടെ ബാക്കിയുള്ള സ്വത്തിൽ നിന്ന് അതിന്റെ കണക്ക് നോക്കിയിട്ട് കൊടുക്കണം. പിശുക്കാൻ പാടില്ല അവിടെ. ബാപ്പ പറഞ്ഞു, മക്കളെ, ഞാൻ മരിച്ച ശേഷം എനിക്കെന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാൻ നമ്മളെ പള്ളിയിലേക്ക്, നമ്മളെ മദ്രസയിലേക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തെങ്ങാണെങ്കിലും ശരി, തേങ്ങയാണെങ്കിലും ശരി, അടക്കയാണെങ്കിലും ശരി, നിങ്ങൾ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം, ഒരു 5% പള്ളിയിലേക്കോ മദ്രസയിലേക്കോ നീക്കി കൊടുക്കണം. എനിക്ക് കിടക്കുന്നിടത്തൊരു സുഖം കിട്ടാനാണ്. വർഷത്തിലൊരു വാർഷിക വരുമാനം കൂട്ടിയിട്ട് ഒരു 5% എന്ന് പറഞ്ഞാൽ ഇത്ര തോനൊന്നും ഉണ്ടാകൂല, കുറച്ചേ ഉണ്ടാകുള്ളൂ. 5% പറഞ്ഞിട്ടുള്ളൂ. അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ മക്കളൊന്നായിട്ട് ചർച്ച.
കമ്മിറ്റിക്ക് ഇപ്പോൾ പൈസൻ്റെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ കണക്ക് വായിച്ചു നോക്കുമ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, ഇനി എന്തിനാ കൊടുക്കുന്നത്? അത് നോക്കിയിട്ടല്ല, ഉപ്പ പറഞ്ഞില്ലേ കൊടുക്കണം, ഉമ്മ പറഞ്ഞില്ലേ കൊടുക്കണം എന്ന്. അവരെ വസിയ്യത്താണ് വഇൻഫാദു അഹദിഹിമാ. ആ വസിയ്യത്ത് പാലിക്കണം, അത് അവരോടുള്ള കടപ്പാടാണ്. വൈക്രാമു സ്വദീഖിഹിമാ. നാലാമത്തത് ബാപ്പാന്റെയും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ ബഹുമാനിക്കണം. ബാപ്പാന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞു നടന്നാ പോരാ, ബഹുമാനം കൊടുക്കണോ? ബാപ്പക്ക് എന്തെല്ലാം ബഹുമാനം കൊടുത്തിരുന്നു. ബാപ്പാന്റെ സുഹൃത്ത് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, നീ പോയി കാണണം, ആശ്വസിപ്പിക്കണം, ചെലവിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, ഒക്കെ ബഹുമാനാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണോ, എന്തെങ്കിലുമൊക്കെ വേണോ ചോദിക്കണം, സമാധാനിപ്പിക്കണം, അങ്ങനെ ബഹുമാനിക്കണം. ഇക്റാമു സ്വദീഖിഹിമാ. ബാപ്പാന്റെ സുഹൃത്ത് ഹജ്ജിന് പോകാണ്, ഇപ്പൊ ബാപ്പ ഉണ്ടെങ്കിൽ ബാപ്പ അവിടെ എത്തിയിട്ടുണ്ടാവും, അപ്പൊ നീ പോകണം, പോയിട്ടൊരു യാത്രയപ്പിന് കൈപിടിച്ചുകൊണ്ട് ദ്വാരിപ്പിക്കണം, വേർക്കാൻ പറയണോ, ഒക്കെ പറയണം. ഇക്റാമു സ്വദീഖിഹിമാ. അതേ രൂപത്തിൽ ബാപ്പയിലൂടെ ഉമ്മയിലൂടെ മാത്രം ചേർക്കപ്പെട്ടിരുന്ന ബന്ധങ്ങളുണ്ട്. ബാപ്പാന്റെ കുടുംബം ഉമ്മാന്റെ കുടുംബം എന്ന് നമ്മൾ പറയില്ലേ, അവരോടുള്ള ബന്ധങ്ങൾ ചേർക്കണം.